അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. കാരണം ഹയർ അതോറിറ്റിയിലുള്ള ആളുകൾ ഈ വീഡിയോ കാണണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ചെറിയൊരു സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ എന്താണ്ടോ വലിയ കാര്യം സാധിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഓരോ ആളുകളും, അതായത് ജനങ്ങൾ എന്ന് പറയുന്ന നമ്മൾ ഓരോ ആളുകളും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സംഭവം നടന്നത് ഒരു 3-4 ദിവസം മുമ്പാണ്. കോട്ടയത്ത് ESI കുട്ടികളുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു റിലേഷനിലുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടീനെ കാണാനായിട്ട് ഞാൻ ചെന്ന ദിവസം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ജനലിൽ നിന്ന് നോക്കിയാൽ നമുക്കിത് കാണാം. ഈ വാട്ടർ ടാങ്ക് നിറഞ്ഞ്, ഞാൻ അവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മുകളിൽ ഞാൻ ആ റൂമിലുണ്ടായിരുന്നു. അത്രയും സമയം ഇത്രയും വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാനപ്പോൾ അവരോട് ചോദിച്ചത്, അവരോടൊന്നും പറഞ്ഞൊന്നുമില്ലേ, എന്ത് പറ്റി ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ റിലേഷനിലുള്ളവരോട് തന്നെ ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞായിരുന്നു, അവരെ ഒന്ന് വിളിച്ച് പറയാൻ മേലായിരുന്നു ഇത് മോട്ടോർ ഓഫ് ചെയ്യാനായിട്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അവരവിടെ അഡ്മിറ്റാണ്. അവരിത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക. അതായത് ഒരു ദിവസം 3 പ്രാവശ്യം മോട്ടർ അടിക്കുന്നുണ്ട്. 3 പ്രാവശ്യവും ഒരു ടാങ്ക് നിറഞ്ഞാൽ ഒരു ടാങ്ക് വെള്ളം വെളിയിൽ പോകുന്നുണ്ട്. അതിന് ശേഷമാണ് വെള്ളം നിൽക്കുന്നത്. ഉടനെ തന്നെ അടുത്ത ടാങ്ക് ഇടാനുള്ള അവസരം വരും. അതുപോലെയാണ് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളുടെ പോക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെ ഇറങ്ങി. ആദ്യം തന്നെ നമ്മുടെ കയറി ചെല്ലുന്നിടത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി 2 പേരുണ്ടായിരുന്നു. 2 പേരോട് ഞാൻ കാര്യം പറഞ്ഞു, ചേട്ടാ ഇതുപോലെ വെള്ളം അവിടെ നിറഞ്ഞു കവിഞ്ഞ് പോവുകയാണ്, അപ്പോൾ വെള്ളം ഇങ്ങനെ കളയുന്നത് ശരിയല്ല, നമുക്കത് മോട്ടർ ഒന്ന് നിർത്തുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കല്ല, ഞാനല്ല ഇതൊന്നും നോക്കുന്നത്, നമ്മുടെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് പറയാൻ പറഞ്ഞു. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ അവിടെ 3 ആളുകളുണ്ടായിരുന്നു. 3 ആളുകളിൽ ഒരാൾ പറഞ്ഞത് ഞങ്ങളോട് ഇതിനെക്കുറിച്ച് പറയേണ്ട, സൂപ്രണ്ടിനോട് കയറി പറയാൻ പറഞ്ഞു. ഞാൻ പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഓരോ ആളുകളും ഇതിൻ്റെ ഉത്തരവാദികളാണ്. കാരണം അവർ ഓരോ അവിടുത്തെ ജോലിക്കാരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നുവെച്ചാൽ അവരുടെ കടമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വെള്ളം നമ്മളിപ്പോൾ ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ടാങ്കിലെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് പോകുക എന്ന് പറയുമ്പോൾ അത് ഒന്ന് പറഞ്ഞു നിർത്താനായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡോക്ടറാണോ നേഴ്സാണോ എനിക്കറിയില്ല കേട്ടോ, എന്നോട് പറഞ്ഞത് ഇവർ 3 ദിവസമായിട്ട് പമ്പ് ഹൗസിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവരത് നിർത്തുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ സൂപ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോയത്. പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതാരാണ് അത് നോക്കുന്നത്? വാട്ടർ അതോറിറ്റിയാണ് അതിന്റെ ചെയ്യുന്നത്. അതിന്റെ ഓഫീസ് പറ്റും. അതിനുശേഷം ഞാൻ സൂപ്രണ്ടിന്റെ അടുത്ത് ചെന്നു. സൂപ്രണ്ടിനോടും ഇതേ കംപ്ലൈന്റ് പറഞ്ഞപ്പോഴും സൂപ്രണ്ട് പറഞ്ഞത് ഞങ്ങളത് വാട്ടർ അതോറിറ്റിയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരിത് മൈൻഡ് ചെയ്യുന്നില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിനകത്തെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് തോന്നിയത് കൊണ്ട് അപ്പോൾ ഞാൻ നേരെ താഴെ ഇറങ്ങി അടുത്ത് വാട്ടർ അതോറിറ്റി എവിടെയാണ്, ഓഫീസ് എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ടായിരുന്നു. നേരിട്ട് ഞാൻ വാട്ടർ അതോറിറ്റിയിൽ പോയി. ചെന്ന് അവരോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. അവർ വളരെ മാന്യമായിട്ട് തന്നെയാണ് എന്നോട് സംസാരിച്ചത്. ഒന്നും ചെയ്തിട്ടില്ല, അത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയാനായിട്ട്. ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴും നമുക്ക് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കണക്ഷൻ വരുന്നത്. ഹോസ്പിറ്റലിലെ ടാങ്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം അവിടെ എന്തുമാത്രം യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എത്രമാത്രം വെള്ളം അവർ നിറയാൻ എത്ര ടൈം എടുക്കുമെന്ന് ഒരു കാൽക്കുലേഷൻ കിട്ടുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറയുക, അതിനുശേഷം അവരവിടെ നിർത്തുക, അതാണ് അവരുടെ ഒരു പതിവെന്നാണ് പറഞ്ഞത്. പക്ഷേ പല സമയങ്ങളിലും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയാറില്ലെന്നാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ നിറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവർ ഉടനെ നിർത്തുകയും ചെയ്തു. ഞാൻ ഉടനെ തന്നെ തിരിച്ച് ആ ഹോസ്പിറ്റലിലെത്തി അവിടുത്തെ ഈ നേഴ്സിംഗ് ഓഫീസിൽ കയറി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഞാൻ ചെന്നിരുന്നു അവിടെ. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടുന്ന് വിളിച്ച് പറയുന്നില്ല എന്നാണ്. അപ്പോൾ അവിടെ ഇന്ന് ഒരു സീനിയർ ഡോക്ടർ സംതിങ് എന്തോ ആളാണ്, ആ ലേഡി പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ അവരുടെ സംസാരം എന്താ പറയുന്നത്, ഒരുമാതിരി പുച്ഛത്തോടെയുള്ള സംസാരമായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, ആ ഒരു ടൈപ്പ് സംസാരമായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ അതിനെ ഒരു വഴക്കുണ്ടാക്കാനായിട്ടല്ല ഞാൻ പോയത് എന്നുള്ളത് കൊണ്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ ചെറിയ കുട്ടികൾ പിച്ചി നുള്ളി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഇത്രയും വെള്ളം ഡെയിലി, അതായത് ദിവസത്തിൽ ഒരു പ്രാവശ്യമല്ല ഡെയിലി ഇത് കളയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ പുറകെ നടന്നത്.
അപ്പോൾ ഞാനൊന്ന് പറഞ്ഞപ്പോൾ അത് നിർത്തിയപ്പോൾ ഇവിടുത്തെ വെള്ളം നിന്നു. അതേപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, അപ്പോൾ വെള്ളം നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞാലും സാരമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ പല അനുഭവങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന്, അതായത് സർക്കാർ സ്ഥാപനങ്ങളിലെ പല കാര്യങ്ങളിലും ശ്രദ്ധയില്ലാണ്ട് അവർ അവിടെ ഉപയോഗിക്കുന്നതും ഇട്ടിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ 2 പേര് ചോദ്യം ചെയ്താൽ ചിലപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ഇപ്പോൾ ഈ കാര്യം പോലും ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 3 ദിവസവും ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന അവരെ വിളിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം അങ്ങനെ വെള്ളം ഒരുപാട് പോയിട്ടില്ല, നിറയുമ്പോൾ തന്നെ അത് ഓഫ് ആകുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സന്തോഷം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് നമുക്കൊരു സന്തോഷം. ഞാൻ ഇടപെട്ട ഒരു സംഭവത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നടന്നപ്പോൾ ആ ഒരു സന്തോഷം ഒന്ന് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇത് പങ്കുവെക്കാനുള്ള കാരണം ഇത് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇതിൻ്റെ മുകളിലുള്ള ആളുകൾ, ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഹയർ അതോറിറ്റി ആയാലും വാട്ടർ അതോറിറ്റിയിലുള്ള ആളുകളായാലും ഇതിനെക്കുറിച്ച് അറിയണം. കാരണം നമ്മളെപ്പോലുള്ള നാട്ടുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്നും കൂടെ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തും അവരുടെ ജോലിയിൽ. അതുകൊണ്ടാണ് ഈ കാര്യം ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്.